പൊന്നെ ഇപ്പൊ ഇൻസ്റ്റയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന റീലുണ്ടാ എടാ ഒരു ക്യാപ്ഷൻ. സത്യം പറഞ്ഞാല് ഓരോ കൊല്ലം കഴിയുമ്പോൾ മനുഷ്യന്മാർ ഓരോ കാര്യങ്ങൾ പഠിക്കും. എടാ ഞാൻ എന്റെ ലൈഫിൽ 2025 കഴിഞ്ഞപ്പോ പഠിച്ചൊരു കാര്യമുണ്ട്. അതിപ്പോ ഇൻസ്റ്റയിൽ ഓരോ റീലും ഞാൻ കാണുന്നുണ്ട്. കീപ് ഇറ്റ് പ്രൈവറ്റ് അണ്ടിൽ ഇറ്റ്സ് പെർമനന്റ്. എടാ സത്യമായിട്ടുള്ള കാര്യണ്ടാ. നിന്റെ ഇഷ്ടമായാലും നിന്റെ ലക്ഷ്യങ്ങളായാലും അതേപോലെ തന്നെ നിന്റെ ആഗ്രഹങ്ങളായാലും പൊന്നെ നീ ആരടുത്തും പോയി പറയരുത്. കാരണം എന്ന് വെച്ചാല് ഇവിടെ ഈ ഭംഗിയുള്ള സാധനങ്ങൾ മനുഷ്യന്മാർ നശിപ്പിച്ചാളൂടാ. എന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഹാപ്പിനെസ് മേ ബി ഞാനത് പബ്ലിക്കായിട്ട് എക്സ്പോസ് ആക്കിക്കൊണ്ടായിരിക്കും എന്റെ ലൈഫിൽ അത് പോയി. ഞാൻ ഭയങ്കര ഒരു ബാഡ് സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2025 ഒരു ലാസ്റ്റ് ടൈം ആയപ്പോ എന്റെ ലൈഫിൽ ഒരു എന്താ പറയാ സന്തോഷമുള്ള ഒരു കാര്യം വന്നു. ഓക്കെ, എന്റെ ലൈഫിലെ കരിയറിലെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം വന്നപ്പോ ഞാൻ എന്റെ ദീദിനോട് പറഞ്ഞു. എന്റെ ഒരു ദീദി ഓക്കെ മൈ ഹൊരേക്കലും വേണമെങ്കിൽ പറയാം. അപ്പൊ ദീദിന്റെ അടുത്ത് പറഞ്ഞു നീ ഇനി ഇത് ആരടുത്തും പോയി പറയാൻ നിൽക്കണ്ട. ഓക്കെ, ഞാൻ ചോദിച്ചു എന്താ ദീദിയെ പറഞ്ഞു. എല്ലാവരും നിന്റെ വിജയം കാണാൻ ആഗ്രഹിക്കുന്നവരല്ലാണ്. എടാ സത്യം പറഞ്ഞാൽ എനിക്കത് 2025 അവസാനത്തോട് കൂടി തന്നെ മനസ്സിലായിരിക്കണം. കാരണം പരമാവധി ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുള്ള കാര്യം അത് ഇനി ഒരു കാര്യം നീ പബ്ലിക് ആക്കരുത്. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാണ് ഇനി ഒരു കാര്യം നീ പബ്ലിക് ആക്കരുത്. പ്രൈവറ്റ് ആയിരിക്കും. കാരണം പബ്ലിക് ആക്കിയത് ഇല്ലാണ്ടാവുക നശിപ്പിച്ചളയോടാരെങ്കിലും. എന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് നിങ്ങൾ പരമാവധി കീപ് ഇറ്റ് പ്രൈവറ്റ് അണ്ടിൽ ഇറ്റ്സ് പെർമനന്റ്. സത്യം നമ്മുടെ വിജയം കാണാൻ ആഗ്രഹിക്കാത്തവരുണ്ടാവും. എന്നിട്ട് അവരും നീ ജയിച്ച് കാണിക്കുന്നു ഒരു ദിവസം.